നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ ദിവസം കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായതിനെ തുടർന്ന് KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MC അതുൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി അർജുൻ കട്ടിയാട്ട് എന്നിവരാണ് അറസ്റ്റിലായത്. UAE-യിൽ നിന്നും വന്ന എംപോക്സ് സ്ഥിരീകരിച്ച കണ്ണൂർ സ്വദേശിയുടെ റൂട്ട് മാപ്പ് ജില്ലാ ആരോഗ്യ വകുപ്പ് പുറത്തുവിട്ടു. എംപോക്സ് രോഗികളുമായി സമ്പർക്കത്തിൽ വന്നവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിനെ വിവരമറിയിക്കണമെന്നും നിർദ്ദേശം. മാഹിയിൽ നിന്നും കേരളത്തിലേക്കുള്ള മദ്യക്കടത്ത് നിർബാധം തുടരുന്നു. 2 ആഴ്ചക്കിടെ എക്സൈസ് സംഘം പിടികൂടിയത് 400 ലിറ്റർ മാഹി മദ്യം. പിണറായി പാറപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണ രഹസ്യ സമ്മേളനം ചേർന്നതിന്റെ 85ാം വാർഷിക വാരാചരണത്തിന് വെള്ളിയാഴ്ച തുടക്കം. 26-ന് സമാപന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ ദിവസം കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷൻ ഓഫീസിലേക്ക് KSU സംസ്ഥാന കമ്മിറ്റി മാർച്ച് സംഘടിപ്പിച്ചതിന് KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MC അതുൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി അർജുൻ കട്ടിയാട്ട് എന്നിവരെയാണ് കണ്ണൂർ ടൗൺ CI ശ്രീജിത്ത് കോടിയേരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ KSRTC ബസ് സ്റ്റാൻഡിലെ കടയിൽ ഇരിക്കുമ്പോഴാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എത്ര കാലമായി ആ കുട്ടികൾ ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ എത്ര ദിവസമായി ഡിസ്ചാർജ് ആയിട്ടില്ല? ആ കുട്ടികളെ പ്രതികളെ പിടിക്കാൻ വേണ്ടി ഇതുവരെ പോലീസ് തയ്യാറായില്ല. നമ്മളെ ഈ നിലയിൽ പിടിക്കാൻ എന്തിനാണ് സാർ? UAE-യിൽ നിന്നും വന്ന എംപോക്സ് സ്ഥിരീകരിച്ച കണ്ണൂർ സ്വദേശിയുടെ റൂട്ട് മാപ്പ് ജില്ലാ ആരോഗ്യ വകുപ്പ് പുറത്തുവിട്ടു. എംപോക്സ് രോഗികളുമായി സമ്പർക്കത്തിൽ വന്നവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിനെ വിവരം അറിയിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചു. രോഗി നിലവിൽ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. രോഗിയുടെ നില നിലവിൽ തൃപ്തികരമാണ്. UAE-യിൽ നിന്നും വന്ന എംപോക്സ് സ്ഥിരീകരിച്ച കണ്ണൂർ സ്വദേശിയുടെ റൂട്ട് മാപ്പ് ജില്ലാ ആരോഗ്യ വകുപ്പ് പുറത്തുവിട്ടു. എംപോക്സ് രോഗികളുമായി സമ്പർക്കത്തിൽ വന്നവർക്ക് രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിനെ ഉടൻ വിവരമറിയിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചു. രോഗി നിലവിൽ പരിയാരം കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. രോഗിയുടെ നില നിലവിൽ തൃപ്തികരമാണ്. ആരംഭത്തിൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു ജന്തുജന്യ രോഗമായിരുന്നു എംപോക്സ്. എന്നാൽ ഇപ്പോൾ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് നേരിട്ട് പകരുന്ന രോഗമാണിത്. തീവ്രത കുറവാണെങ്കിലും രോഗലക്ഷണങ്ങൾ പ്രകടമായതിനു ശേഷം 21 ദിവസം ഏറെ ശ്രദ്ധിക്കേണ്ടതാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. പനി, തീവ്രമായ തലവേദന, കഴലവീക്കം, നടുവേദന, പേശിവേദന, ഊർജ്ജക്കുറവ് എന്നിവയാണ് പ്രധാന പ്രാരംഭ ലക്ഷണങ്ങൾ. പനി തുടങ്ങി ഒരാഴ്ചയ്ക്കുള്ളിൽ ദേഹത്ത് കുമിളകളും ചുവന്ന പാടുകളും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. മുഖത്തും കൈകാലുകളിലുമാണ് കൂടുതൽ കുമിളകൾ കാണപ്പെടുക. അതിനു പുറമെ കൈപ്പത്തി, ജനനേന്ദ്രിയം, കണ്ണുകൾ എന്നീ ശരീരഭാഗങ്ങളിലും ഇവ കാണപ്പെടും. മാഹിയിൽ നിന്നും കേരളത്തിലേക്കുള്ള മദ്യക്കടത്ത് നിർബാധം തുടരുന്നു. 2 ആഴ്ചക്കിടെ 400 ലിറ്റർ മാഹി മദ്യമാണ് എക്സൈസ് സംഘം പിടികൂടിയത്. കഴിഞ്ഞ ദിവസം 42 കുപ്പി മാഹി മദ്യവുമായി തളിപ്പറമ്പ് സ്വദേശിയെ കുഞ്ഞിപ്പള്ളിയിൽ നിന്നും പിടികൂടിയിരുന്നു. മാഹിയിൽ നിന്നും കടത്തുകയായിരുന്ന 42 കുപ്പി വിദേശ മദ്യമാണ് പിടികൂടിയത്. സംഭവത്തിൽ തളിപ്പറമ്പ് സ്വദേശി മുട്ടത്തിൽ മിഥുൻ എന്നയാളെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. കുഞ്ഞിപ്പള്ളിയിലെ വാഹന പരിശോധനയ്ക്കിടെയാണ് മദ്യം കണ്ടെത്തിയത്. വടകര എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് KA ജയരാജനും സംഘവുമാണ് മദ്യം പിടിച്ചെടുത്തത്. 2 ആഴ്ചക്കിടെ 400 ലിറ്ററോളം വിദേശ മദ്യമാണ് ഇത്തരത്തിൽ എക്സൈസ് പിടികൂടിയത്. പിണറായി പാറപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണ രഹസ്യ സമ്മേളനം ചേർന്നതിന്റെ 85ാം വാർഷിക വാരാചരണത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. 26-ന് വൈകിട്ട് നടക്കുന്ന സമാപന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വാരാചരണമായിട്ടാണ് സംഘടിപ്പിക്കുന്നത്. ആ വാരാചരണത്തിന് ഔപചാരികമായ തുടക്കം കുറിക്കുന്നത് നാളെയാണ്. നാളെ 20-ാം തീയതി ഏരിയയിലെ 254
പാർട്ടി ഘടകങ്ങളിൽ പതാക ഉയർത്തിക്കൊണ്ടും ഡിസംബർ 26 നടക്കുന്ന സമാപന പരിപാടിയുടെ നഗരിയിൽ പിണറായി പാറപ്പുറം സമ്മേളന സ്മാരകത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പതാകയും ആ സമ്മേളനത്തിന് കളമൊരുക്കിയ മറ്റൊരു സമ്മേളനത്തിന് നേതൃത്വം നൽകിയ പണ്ഡ്യാല ഗോപാലൻ മാസ്റ്ററുടെ സ്മൃതി കുടീരത്തിൽ നിന്ന് കൊടിമരവും കൊണ്ടുവന്നു നാളെ വൈകുന്നേരം 20-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് സമ്മേളന നഗരിയിൽ പതാക ഉയർത്തുന്നതോടുകൂടി പിണറായി പാറപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണ രഹസ്യ സമ്മേളനം ചേർന്നതിന്റെ 85-ാം വാർഷിക വാരാചരണം വെള്ളിയാഴ്ച തുടങ്ങി 26-ന് പൊതുസമ്മേളനത്തോടെ സമാപിക്കും. വാർഷിക വാരാചരണത്തിന്റെ ഭാഗമായി പിണറായി ഏരിയയിലെ മുഴുവൻ ബ്രാഞ്ചുകളിലും ലോക്കൽ കേന്ദ്രങ്ങളിലും വെള്ളിയാഴ്ച പതാക ദിനാചരണം നടത്തും. വൈകിട്ട് 5-ന് പാറപ്പുറം സമ്മേളന സ്മാരക സ്തൂപത്തിൽ നിന്ന് പതാക ജാഥയും പാണ്ഡ്യാല ഗോപാലൻ മാസ്റ്ററുടെ സ്മൃതി കുടീരത്തിൽ നിന്ന് കൊടിമര ജാഥയും ആരംഭിക്കും. 2 ജാഥകളും വൈകിട്ട് 6-ന് പിണറായി കൺവെൻഷൻ സെന്ററിൽ എത്തുന്നതോടെ വാരാചരണത്തിന് പതാക ഉയർത്തി ഔദ്യോഗിക തുടക്കമാകും. തുടർന്ന് 22-ന് രാവിലെ ധർമ്മടം, പിണറായി, കോട്ടയം, വെങ്ങാട് പഞ്ചായത്തുകളിലെ പൊതു ഇടങ്ങളും ബ്രാഞ്ച് കേന്ദ്രങ്ങളും ഉൾപ്പെടെ 250ഓളം സ്ഥലങ്ങളിൽ പാർട്ടി അംഗങ്ങളും ബന്ധുക്കളും ശുചീകരണം നടത്തും. 22-ന് വൈകിട്ട് കാപ്പുമലിൽ നവോത്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും എന്ന വിഷയത്തിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്, 24-ന് പാറപ്പുറത്ത് കേരളത്തിന്റെ സാമൂഹ്യ മാറ്റത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പങ്ക് എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന സെമിനാറുകൾ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ എന്നിവർ ഉദ്ഘാടനം ചെയ്യും. 26-ന് വൈകിട്ടാണ് സമാപന പൊതുസമ്മേളനം. ഇതിനു മുന്നോടിയായി കമ്പനി മെട്ടയിൽ നിന്നും ചുവപ്പ് വോളണ്ടിയർമാരുടെ അകമ്പടിയിൽ ആയിരക്കണക്കിന് പേർ പങ്കെടുക്കുന്ന ബഹുജന പ്രകടനവും നടക്കും. പ്രകടനം പൊതുസമ്മേളന സ്ഥലത്ത് എത്തുന്നതോടെ ആരംഭിക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നേതാക്കളായ MV ജയരാജൻ, M സുരേന്ദ്രൻ, K മനോഹരൻ, T ഷബ്ന, K ശശിധരൻ തുടങ്ങിയവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ K ശശിധരൻ, V ലീല, KK രാജീവൻ, PM അഖിൽ, C നന്ദനൻ, A നിഖിൽകുമാർ, TK അനൂപ് എന്നിവർ പങ്കെടുത്തു. പാതയോരങ്ങളിലെ അനധികൃത ബോർഡുകളും ബാനറുകളും കൊടികളും നീക്കാനുള്ള സമയപരിധി അവസാനിച്ചതോടെ തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്ക് നെഞ്ചിടിപ്പ്. വ്യാഴാഴ്ച മുതൽ ബോർഡോ ബാനറോ കൊടിയോ പാതയോരത്ത് കണ്ടാൽ സെക്രട്ടറിമാർ ഓരോന്നിനും 5000 രൂപ വീതം സ്വന്തം കീശയിൽ നിന്നെടുത്ത് പിഴ നൽകേണ്ടി വരും. വ്യാഴാഴ്ച മുതൽ ബോർഡോ ബാനറോ കൊടിയോ പാതയോരത്ത് കണ്ടാൽ പഞ്ചായത്ത് സെക്രട്ടറിമാർ ഓരോന്നിനും 5000 രൂപ വീതം സ്വന്തം കീശയിൽ നിന്ന് പിഴ നൽകേണ്ടി വരും. ഇതേ തുടർന്നാണ് അനധികൃത ബോർഡുകൾ നീക്കം ചെയ്യാൻ ആരംഭിച്ചത്. അനധികൃത ബോർഡുകൾ നീക്കി പിഴ ചുമത്തിയില്ലെങ്കിൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരിൽ നിന്ന് ഈടാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. FIR-ഉം രജിസ്റ്റർ ചെയ്യണമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തിയാൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഉത്തരവാദിയായിരിക്കും. വേണ്ട നിർദ്ദേശങ്ങൾ നൽകി സംസ്ഥാന പോലീസ് മേധാവി 7 ദിവസത്തിനുള്ളിൽ സർക്കുലർ പുറപ്പെടുവിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. കൊടിത്തോരണങ്ങൾ എല്ലാം തന്നെ നീക്കം ചെയ്യാൻ ഹൈക്കോടതി നൽകിയ സമയപരിധി അവസാനിച്ചിരുന്നു. സെക്രട്ടറിമാരുടെയും എഞ്ചിനീയർമാരുടെയും നേതൃത്വത്തിൽ സ്ക്വാഡായിട്ടായിരുന്നു ബോർഡ് നീക്കം ചെയ്യാൻ ഇറങ്ങിയത്. ബോർഡ് നീക്കം ചെയ്യുമ്പോൾ ഭീഷണിയുണ്ടായാൽ നേരിടാൻ പോലീസ് സഹായം തേടുകയും ചെയ്തിരുന്നു. ദേശീയപാതയിലും നഗരമധ്യത്തിലുമുള്ള എല്ലാ ബോർഡുകളും നീക്കം ചെയ്തു കഴിഞ്ഞു. കണ്ണൂർ കോർപ്പറേഷനിൽ മാത്രം 121 ബോർഡുകളും 3 ബാനറുകളുമാണ് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് നീക്കിയത്. 6,20,000 രൂപ പിഴ ഈടാക്കി. തലശ്ശേരി നഗരസഭയിൽ 40 ബോർഡുകൾ നീക്കം ചെയ്തതായി സെക്രട്ടറി N സുരേഷ് കുമാർ അറിയിച്ചു. 45,000 രൂപ പിഴ ഈടാക്കി. കൂത്തുപറമ്പ് നഗരസഭ 123 ബോർഡുകളാണ് നീക്കിയത്. 85,000 രൂപയാണ് പിഴയായി ലഭിച്ചത്. മട്ടന്നൂരിൽ ചെറുതും വലുതുമായ 1000ഓളം ബോർഡുകളും ബാനറുകളും നീക്കിയെങ്കിലും പിഴ ഈടാക്കിയിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികളോടും ബോർഡുകൾ നീക്കം ചെയ്യാൻ അതാത് പഞ്ചായത്ത് സെക്രട്ടറിമാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനധികൃത പാർക്കിങ്ങും ഫുട്പാത്ത് കയ്യേറി വാഹനങ്ങളുടെ റിപ്പയറിംഗ് പ്രവൃത്തിയും കാരണം ഗതാഗത കുരുക്കിലമർന്ന് തലശ്ശേരി ജൂബിലി റോഡ്. പരാതിയെ തുടർന്ന് തലശ്ശേരി നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെയും ട്രാഫിക് ഇൻസ്പെക്ടറുടെയും നേതൃത്വത്തിൽ ബോധവൽക്കരണവും പ്രവൃത്തി ആവർത്തിക്കരുതെന്ന കർശന നിർദ്ദേശവും നൽകി.
തലശ്ശേരി ജൂബിലി റോഡിൽ യത്തീംഖാന തൊട്ട് ഗ്രാൻഡ് തേജസ് വരെയുള്ള സ്ഥലത്തെ റോഡിനിരുവശവും അനധികൃത പാർക്കിങ്ങും ഫുട്പാത്ത് കയ്യേറി വാഹനങ്ങളുടെ റിപ്പയറിംഗ് പ്രവൃത്തിയും കാരണം വാഹനങ്ങളുടെയും കാൽനടയാത്രക്കാരുടെയും സുഗമമായ സഞ്ചാരത്തിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി പരാതി വന്നതിനെ തുടർന്നാണ് നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെയും തലശ്ശേരി ട്രാഫിക് ഇൻസ്പെക്ടറുടെയും നേതൃത്വത്തിൽ ബോധവൽക്കരണവും പ്രവൃത്തി ആവർത്തിക്കരുതെന്ന കർശന നിർദ്ദേശവും നൽകിയത്. ട്രാഫിക് ഇൻസ്പെക്ടർ മനോജ് കുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ റെജിന, അനിൽകുമാർ, കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൈവശ ഭൂമി സംബന്ധിച്ച എല്ലാ രേഖകളും സേവനങ്ങളും സ്മാർട്ടാക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ റീസർവേ പദ്ധതിക്കായുള്ള തിരുവങ്ങാട് വില്ലേജിന്റെ ക്യാമ്പ് ഓഫീസ് തുറന്നു. മിനി സിവിൽ സ്റ്റേഷൻ 2ാം നിലയിൽ സജ്ജമാക്കിയ ഓഫീസിന്റെ ഉദ്ഘാടനം നഗരസഭ വൈസ് ചെയർമാൻ എം.വി. ജയരാജൻ നിർവഹിച്ചു. കൈവശ ഭൂമി സംബന്ധിച്ച എല്ലാ രേഖകളും സേവനങ്ങളും സ്മാർട്ടാക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ റീസർവേ പദ്ധതിക്കായുള്ള തിരുവങ്ങാട് വില്ലേജിന്റെ ക്യാമ്പ് ഓഫീസ് തുറന്നു. മിനി സിവിൽ സ്റ്റേഷൻ 2ാം നിലയിൽ സജ്ജമാക്കിയ ഓഫീസിന്റെ ഉദ്ഘാടനം നഗരസഭ വൈസ് ചെയർമാൻ എം.വി. ജയരാജൻ നിർവഹിച്ചു. നൽകുന്നതുമായ ഒരു പ്രവർത്തനത്തിലാണ് കേരളം. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഭൂമിയിലെ ക്രയവിക്രയങ്ങൾ നടത്താറുണ്ട്. ആ ക്രയവിക്രയം നടത്തുമ്പോൾ ഭൂമി വിൽക്കുന്ന ആൾ ഭൂമി വാങ്ങുന്ന ആൾക്ക് ഒരു സ്കെച്ച് കൊടുക്കും. ഭൂമി വിൽക്കുന്നത് തന്നെ അത്യാവശ്യത്തിലാണ്. ചിലപ്പോൾ എന്തെങ്കിലും ഒഴിച്ചുകൂടാനാകാത്ത പെട്ടെന്ന് തന്നെ നടത്തേണ്ടതായ ധനത്തിന്റെ ആവശ്യത്തിനായിരിക്കും ഉള്ള ഭൂമി വിൽക്കുന്നത്. അത്രയും അത്യന്താപേക്ഷിതമായ ആ ഘട്ടത്തിൽ ഒരു സ്കെച്ചിന് വേണ്ടി നമ്മൾ വില്ലേജ് ഓഫീസിൽ ചെന്നാൽ, ഞാൻ അവരെ കുറ്റം പറയുന്നതല്ല, ആ സ്കെച്ച് നിങ്ങൾക്ക് തരണമെങ്കിൽ ആ ഉദ്യോഗസ്ഥന് അതിന്റെ ആധികാരികമായ തെളിവും അദ്ദേഹത്തിന് അത് പൂർണ്ണ ബോധ്യവും വേണം. അല്ലാതെ ഒരു ചിത്രം വരച്ച് നിങ്ങൾക്ക് ഒപ്പിട്ട് തരത്തെ എല്ലാ സ്കെച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അദ്ദേഹത്തെ കണ്ട് നമ്മൾ അദ്ദേഹം പറയുന്ന ദിവസം അദ്ദേഹത്തെ കുത്തി ആ ഭൂമിയിൽ കൊണ്ടുപോയി അത് അളന്ന് അതിൻ്റെതായ അതിർത്തിയും നീളവും വീതിയും എല്ലാം രേഖപ്പെടുത്തിയെടുക്കണം. അപ്പോൾ അദ്ദേഹത്തെ കാണുന്നതിനും അദ്ദേഹത്തെ ആ സ്ഥലത്ത് കൊണ്ടുവരുന്നതിനും അദ്ദേഹം ആ പ്ലാൻ തയ്യാറാക്കി തരുന്നതിനും ഏറ്റവും അത്യാവശ്യമായ നിലയിൽ വിൽപ്പന നടത്തേണ്ട ഭൂമിക്ക് നമ്മൾ ചിലപ്പോൾ 2-3 മാസം ഈ സ്കെച്ച് കിട്ടാൻ വേണ്ടി തെക്കോട്ടും വടക്കോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടതിരുന്ന നിലയാണ് ഇന്നത്തെ നിലയിലുള്ളത്. എന്നാൽ ഇതിന്റെ പ്രവർത്തനം പൂർത്തീകരിക്കുന്നതോടുകൂടി ആ ഭൂമിയുടെ സർവേ നമ്പറും ആ ഭൂവുടമയുടെ പേരും നിങ്ങൾ വില്ലേജ് ഓഫീസിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ ബട്ടണിലേക്ക് അമർത്തുന്നതോടുകൂടി ആ ഭൂമിയുടെ സ്കെച്ച് മിനിറ്റ് വെച്ച് നമ്മുടെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന മാതിരി നമ്മുടെ കയ്യിലേക്ക് വരും. കണ്ണൂർ റീസർവേ അസിസ്റ്റന്റ് ഡയറക്ടർ സുനിൽ ജോസഫ് ഫെർണാണ്ടസ് അധ്യക്ഷനായി. നഗരസഭാ കൗൺസിലർ എം.എ. സുധീഷ്, തഹസിൽദാർ എം. വിജേഷ്, ഭൂരേഖ വിഭാഗം തഹസിൽദാർ വി. പ്രശാന്ത് കുമാർ, സബ് കളക്ടർ ഓഫീസ് സീനിയർ സൂപ്രണ്ട് നിസാർ എന്നിവർ സംസാരിച്ചു. തളിപ്പറമ്പ് റീസർവേ ഹെഡ് സർവേയർ പി. സുധീഷ് സ്വാഗതവും തളിപ്പറമ്പ് റീസർവേ സൂപ്രണ്ട് എം. രാജൻ നന്ദിയും പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ.
ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Dream like Furniture World, Topco Furniture and Topco Interiors, Gramati, Pallur. Large showroom accepted by people with perfection. Any furniture to choose from. Dining set, bedroom set, sofa set and imported furniture at affordable prices. An irreplaceable name in the field of furniture. Topco, our sister company, Topco Interiors. Phone 0490 2338 912. Mobile 9846816762. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ. തലശ്ശേരിയിലെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ, അവയെല്ലാം വർണ്ണാഭമാക്കുന്ന ഒരു പേരുണ്ട്: ലോറൽ ഗാർഡൻ. ആഘോഷങ്ങൾ പലതാണ്. അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന പാക്കേജുകളാണ് ലോറൽ ഗാർഡൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. കല്യാണം, റിംഗ് എക്സ്ചേഞ്ച്, റിസപ്ഷൻ എന്നിവയ്ക്കായി വ്യത്യസ്തമായ പാക്കേജുകളുണ്ട്. കസ്റ്റമൈസ്ഡ് സ്റ്റേജ് അറേഞ്ച്മെന്റ്, മ്യൂസിക് സിസ്റ്റം, ലൈറ്റ്സ്, കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ഗെയിം സോൺ എന്നീ അതിവിശാലമായ സൗകര്യങ്ങൾ ലോറൽ ഗാർഡൻ ഒരുക്കിയിരിക്കുന്നു. ഫാമിലി ഗെറ്റ് ടുഗെദറിന് 14 മണിക്കൂർ, 9 മണിക്കൂർ എന്നീ വ്യത്യസ്ത പാക്കേജുകളുണ്ട്. അതേസമയം ചെറിയ ആഘോഷങ്ങൾക്കായി 4-5 മണിക്കൂർ പാക്കേജുകളും ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ലോറൽ ഗാർഡൻ, ഉസൻമൊട്ട, ന്യൂ മാഹി, തലശ്ശേരി. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദ്യതയുമായി ഹോട്ടൽ നവരത്ന ഇൻ. സുഗന്ധവ്യഞ്ജന നഗരിക്ക് നവരത്ന പ്രൗഢി. രുചിപ്പെരുമയുടെ ആതിഥ്യ മര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ ഡിഷസ്. ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും. കോൺഫറൻസ് ഹാൾ, ഓഡിറ്റോറിയം സൗകര്യങ്ങൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യം. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. ഫോൺ 9497360333. വാർത്തകൾ തുടരുന്നു. തലശ്ശേരിയിൽ നടക്കുന്ന ജില്ലാ ബഡ്സ് കലോത്സവത്തിൽ കാണികളുടെ കയ്യടി നേടി മണവാട്ടിമാരും തോഴിമാരും. നിറഞ്ഞ പുഞ്ചിരിയോടെ, തെല്ലും ആശങ്കയില്ലാതെ ചുവടുവെച്ചാണ് ഓരോരുത്തരും ഏവരുടെയും മനം കവർന്നത്. മൈലാഞ്ചി മുഞ്ചോടെ നിറഞ്ഞ പുഞ്ചിരിയുമായി മണവാട്ടിയും തോഴിമാരും വേദിയിലെത്തിയപ്പോൾ കാണികളിലും സന്തോഷം വിടർന്നു. തെല്ലും ആശങ്കയില്ലാതെ കൈകൊട്ടി അവർ ഒപ്പനയുടെ ചുവടുകൾ വെച്ചു. മണവാട്ടിമാരുടെ മുഖത്തും ചെറിയ നാണം. സ്കൂൾ കലോത്സവ മത്സരങ്ങളിലെ ഒപ്പനയോളം തന്നെ വാശി നിറഞ്ഞതായിരുന്നു ബഡ്സ് കലോത്സവത്തിലെ ഒപ്പനയും. അണിയറയിലും ഏവരുടെയും ഹൃദയം കീഴടക്കുന്നതായിരുന്നു കാഴ്ചകൾ. അമ്മമാരുടെ സാരിത്തുമ്പിൽ കൈകോർത്ത് വേദിയിൽ കയറാൻ നിൽക്കുന്നവർ, അണിഞ്ഞൊരുങ്ങി നാണത്തോടെ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നവരും. പേടിയോ ആശങ്കയോ ഒന്നുമില്ലാതെ നിരവധി പേരാണ് വേദിയിൽ നിറഞ്ഞാടിയത്. അറബിക്കടലും മയ്യഴിപ്പുഴയും അതിരിടുന്ന കല്ലായി ഗ്രാമത്തിന്റെ ഗതകാല ചരിത്രം ആലേഖനം ചെയ്യപ്പെട്ട VK സുരേഷ് ബാബു രചിച്ച കല്ലായി ഗ്രാമത്തിന്റെ കഥ എന്ന ചരിത്ര ഗ്രന്ഥം ഡിസംബർ 21 വൈകുന്നേരം 3 മണിക്ക് പ്രകാശനം ചെയ്യും. മാഹി മലയാള കലാഗ്രാമത്തിൽ നടക്കുന്ന ചടങ്ങിൽ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ പ്രകാശന കർമ്മം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ കാലയളവ് വരെ അറബിക്കടലും മയ്യഴിപ്പുഴയും അതിരിടുന്ന കല്ലായും ഉണ്ട്. കല്ലായി വില്ലേജ് ബ്രിട്ടീഷ് ഭരണകാലത്ത് രൂപം കൊണ്ടതാണ്.
അതിനു മുമ്പ് കല്ലായി അംശം എന്നാണ് പറഞ്ഞത്. കുറുങ്കോട്ട് നാട് 2 അംശങ്ങൾ ചേർന്നതാണ്, മുളവില അംശവും കല്ലായി അംശവും. ആ കുറുങ്കോട്ട് നാടിൻ്റെ ആസ്ഥാനം, അതിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഈ കല്ലായിലെ കുറിച്ചിയിലാണ്. അവിടെ കോട്ടയും അതുപോലെ തന്നെ കുറുങ്കോട്ട് നാടിൻ്റെ ഭൂവിലകം ഉണ്ടായിരുന്നു. ഈ കുറുങ്കോട്ട് നാടിൻ്റെ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രം അങ്ങാടി കല്ലായി അങ്ങാടിയാണ്. അതൊരു തുറമുഖമായിരുന്നു. വളരെ കാലം മുമ്പ് മുതൽ തന്നെ ഈ കല്ലായെക്കുറിച്ചുള്ള പരാമർശം പല ഗ്രന്ഥങ്ങളിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. VK സുരേഷ് ബാബു രചിച്ച കല്ലായി ഗ്രാമത്തിന്റെ കഥ എന്ന ചരിത്ര ഗ്രന്ഥം ഡിസംബർ 21 വൈകിട്ട് 3 മണിക്ക് സ്പീക്കർ അഡ്വക്കേറ്റ് N. ഷംസീർ പ്രകാശനം ചെയ്യും. മലയാള കലാഗ്രാമത്തിൽ നടക്കുന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് MK സേതു അധ്യക്ഷയാവും. കവിയൂർ രാജഗോപാലൻ ഏറ്റുവാങ്ങും. ഡോക്ടർ A. വത്സലൻ പുസ്തക പരിചയം നടത്തും. CK രമേശൻ, അർജുൻ പവിത്രൻ, അടിയേരി ഗംഗാധരൻ, പ്രൊഫസർ AP സുബേർ, ചാലക്കര പുരുഷു, പവിത്രൻ മൊകേരി, ഹെൻറി ആന്റണി, KP രാമദാസൻ, K. കുമാരൻ, V. മനോജ്, VK രത്നാകരൻ എന്നിവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ V. മനോജ്, VK രത്നാകരൻ, KP രാമദാസൻ, CK പ്രകാശൻ, കുരിക്കിലാട്ട് സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു. കൃഷ്ണ സിനി ആർട്സിന്റെ ബാനറിൽ റിജേഷ് മുണ്ടയാട് നിർമ്മിക്കുന്ന ഏകൻ ഹ്രസ്വചിത്രത്തിന്റെ പൂജയും സ്വിച്ച് ഓൺ കർമ്മവും ഒളവിലത്ത് നടന്നു. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ VK ഖാലിദ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഏകൻ എന്ന ഹ്രസ്വചിത്രത്തിന്റെ പൂജയും സ്വിച്ച് ഓൺ കർമ്മവും ഒളവിലത്ത് നടന്നു. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ VK ഖാലിദ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഒരു ശുഭ മുഹൂർത്തത്തിനാണ് നമ്മളിവിടെ സാക്ഷ്യം വഹിച്ചത്. നമ്മുടെ ഏകൻ എന്ന ഒരു ഷോർട്ട് ഫിലിം, അതിന് എല്ലാവിധ വിജയ ഭാവുകങ്ങളും നേരുകയാണ്. വളർന്ന് പന്തലിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും അതിന് അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്യുക. ഇത് പറഞ്ഞത് ഇതിൻ്റെ ഒരു ചെറിയ സാരാംശം നമുക്ക് കൂടുതലായി അറിയില്ല. ഇതൊരു സമൂഹത്തിനുള്ള ഒരു സന്ദേശമാണ്. ഇന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജീർണതകൾ, സമൂഹത്തിലുണ്ടാകുന്ന ജീർണതകൾ, ജാതി, മതം, അങ്ങനെയുള്ള വർഗം ഇതൊക്കെ നോക്കിക്കൊണ്ട് ആളുകളെ ഉച്ചനീചത്വങ്ങളിൽ പോകുമ്പോൾ അതിൽ നിന്ന് മനുഷ്യരെ എല്ലാം ഒന്നാണെന്ന് കരുതി അതിൽ ജാതിയില്ല, മതമില്ല, അതുപോലെ തന്നെ താണജാതി, മുന്തിയ ജാതി എന്നൊന്നുമില്ല ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം എന്നാണ് ഇതിൻ്റെ അണിയറ ശില്പികൾക്ക് മനസ്സിലുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. രമേശ് കിടഞ്ഞി പൂജാകർമ്മം നിർവഹിച്ചു. ഗോപകുമാർ തളിപ്പറമ്പ് സംവിധാനം ചെയ്യുന്ന 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ഹ്രസ്വചിത്രത്തിൽ സമൂഹത്തിൽ നടമാടുന്ന ഉച്ചനീചത്വത്തിനെതിരെയുള്ള അവബോധം സൃഷ്ടിക്കലാണ് ചിത്രത്തിന്റെ ലക്ഷ്യം. KR രാജേഷാണ് കഥയും തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചിരിക്കുന്നത്. സജീഷ് മടപ്പള്ളി ക്യാമറയും, നാസർ കരിയാട്, രമേശ് കിടഞ്ഞി എന്നിവർ പ്രൊഡക്ഷൻ കൺട്രോളറും ആണ്. റിജേഷ് മുണ്ടയാട്, രഗില സുരാജ്, രമേശ് കിടഞ്ഞി, നാസർ കരിയാട്, VP രാജൻ എന്നിവരും ബാലതാരങ്ങളായ CRP സിദ്ധാർത്ഥ്, ധാർമിക് ദേവ് എന്നിവരാണ് അഭിനേതാക്കൾ. സുനിത ബാലകൃഷ്ണൻ മേക്കപ്പും സജീഷ് രാഗം ഛായാഗ്രഹണവും നിർവഹിച്ചു. കടവത്തൂർ, ഒളവിലം, കരിയാട്, മാഹി മേഖലകളിലാണ് ചിത്രീകരണം നടക്കുന്നത്. കൃഷ്ണ സിനി ആർട്സിൻ്റെ ബാനറിൽ റിജേഷ് മുണ്ടയാട് നിർമ്മിച്ച് അതേപോലെ രാജേഷ് തിരക്കഥ എഴുതി ഞാൻ സംവിധാനം ചെയ്യുന്ന ഒരു പുതിയ വർക്കാണ് ഏകനിലുള്ളത്. ഏകനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു കുടുംബ ബന്ധങ്ങളുടെ ഒരു കഥ പറയുന്നത്. അത് കുടുംബ ബന്ധങ്ങൾ എങ്ങനെ മാറി മറിയുന്നു, ഇന്നത്തെ ബന്ധങ്ങൾ നാളെ എങ്ങനെ മാറി മറിയുന്നു, ആ ബന്ധങ്ങൾ എങ്ങനെയാണ് നമുക്ക് അകലുന്നതും അതെങ്ങനെയാണ് പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമുക്ക് തിരിച്ചെത്തുന്നതും എന്നൊക്കെ പറയുന്ന ഒരു ജോണറിലൊരു കഥയാണ് ഏകനിലുള്ളത്. അപ്പോൾ ഏകൻ്റെ ഷൂട്ട് ഇന്ന് തുടങ്ങിയാണ്. നമ്മൾ ഈ കഥയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതായത് സമൂഹത്തിൽ നടക്കുന്ന നീചത്വങ്ങൾക്കെതിരെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ കഥ. കാരണം വെച്ചാൽ നമ്മൾ മനുഷ്യബന്ധങ്ങൾ എങ്ങനെ മാറ്റപ്പെടുന്നു, അപ്പോൾ അത് എങ്ങനെ ആ തിരിച്ചറിവുകൾ, ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട തിരിച്ചറിവുകൾ എന്തെല്ലാമെന്നാണ് നമ്മൾ ഈ വർക്കിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് പിന്നെ റിജേഷ് മുണ്ടയാടാണ് ഇത് നിർമ്മിക്കുന്നത്. പിന്നെ സംവിധാനം ചെയ്യുന്നത് ഗോകുമാർ തളിപ്പറമ്പ് എന്നൊക്കെയാണ്. ഇതിൻ്റെ നല്ല രീതിയിൽ ഈ വർക്കുകൾ മുന്നോട്ട് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനുള്ള മാക്സിമം പ്രയത്നത്തിലാണ് ഞങ്ങൾ. മാക്സിമം എല്ലാ രീതിയിലും ഞങ്ങൾ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്ക്രിപ്റ്റിൻ്റെ രീതിയിൽ എല്ലാ രീതിയിലും നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ബാക്കി ഇനി നമ്മൾ വിഷ്വലിലൂടെ നമ്മൾ അത് പൂർണ്ണാർത്ഥത്തിൽ എത്തിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരിടവേള കൂടി.
Bobby Chamanur International Jeweler. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ജിയോ സാൻഡ്. ഈ ജിയോ സാൻഡ് ഇത്രയ്ക്ക് മികച്ചതാണോ? പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല, ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാൻഡാണ്. പൂഴിക്ക് പകരം ഇതാ ജിയോ സാൻഡ്. വാർത്തകളിലേക്ക്. വൈദ്യശാസ്ത്ര രംഗത്ത് തലശ്ശേരിക്ക് മഹത്തായ ഒരു പാരമ്പര്യമുണ്ടെന്നും മലബാർ ക്യാൻസർ സെന്റർ ആ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്നത് അഭിമാനകരമാണെന്നും ജില്ലാ സെഷൻസ് ജഡ്ജ് KT നിസാർ അഹമ്മദ്. മലബാർ ക്യാൻസർ സെന്റർ സെമിനാർ ഹാളിൽ മലബാർ ക്യാൻസർ സെന്ററും കണ്ണൂർ ജില്ലാ ക്യാൻസർ കൺട്രോൾ കൺസോർഷ്യവും സംയുക്തമായി സംഘടിപ്പിച്ച ക്യാൻസർ ബോധവൽക്കരണ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേരത്തെ മനസ്സിലാക്കാനായാൽ എളുപ്പം മാറ്റാവുന്ന രോഗമാണ് ക്യാൻസർ എന്നും സാമ്പത്തിക പരാധീനതയുള്ളവർക്ക് ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക ചികിത്സാ സൗകര്യം ലഭിക്കുന്ന കേന്ദ്രമാണ് MCC എന്നും അദ്ദേഹം പറഞ്ഞു. പൊതുജന സേവനത്തിന് മാതൃക സൃഷ്ടിച്ചവരാണ് MCCയിലെ ജീവനക്കാരെന്നും ക്യാൻസറിനെ തടയാൻ നാം എന്നും ബോധവാന്മാരായിരിക്കണമെന്നും മുഖ്യ പ്രഭാഷണം നടത്തിയ സബ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി IAS പറഞ്ഞു. കൺസോർഷ്യം പ്രസിഡന്റ് മേജർ P ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് PK സുരേഷ് സ്വാഗതവും ജനറൽ സെക്രട്ടറി KM ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ വിഷയങ്ങളെ അധികരിച്ച് നടന്ന സെമിനാറിൽ MCC ഡയറക്ടർ ഡോക്ടർ സതീശൻ ബാലസുബ്രഹ്മണ്യം ആമുഖ പ്രഭാഷണം നടത്തി. ഡോക്ടർ EK നബീൽ യാഹിയ, ഡോക്ടർ അഞ്ജു R കുറുപ്പ്, അനിത തയ്യൽ എന്നിവർ വിഷയാവതരണം നടത്തി. തുടർന്ന് നടന്ന പാനൽ ചർച്ചയിൽ MCC ഡയറക്ടർ ഡോക്ടർ സതീശൻ ബാലസുബ്രഹ്മണ്യൻ, ഡോക്ടർ AP നീതു, കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രതി, സാമൂഹ്യ പ്രവർത്തക റഹിയാനത്ത് സുബി, അഡ്വക്കേറ്റ് KM ശ്രീശൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ചാലക്കര പുരുഷു, അഡ്വക്കേറ്റ് VT ഷീല, നാരായണൻ പുതുക്കുടി എന്നിവർ പാനൽ ചർച്ചയിൽ പങ്കെടുത്തു. ഡോക്ടർ ഫിൻസ് M ഫിലിപ്പ് മോഡറേറ്ററായി. ഉദ്ദേശം നമ്മുടെ ഉദ്ഘാടക സമയത്ത് വിശദീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് MCC ഇത്തരത്തിലുള്ള ഒരു സെമിനാർ നടത്തേണ്ടി വരുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അവർ പ്രൊമോഷൻസ് ആണ്, എന്താണ് അവിടെയുള്ള സൗകര്യം, എന്തൊക്കെ ചെയ്യുന്നു, ഏതൊക്കെ ഉണ്ടെന്നുള്ളത്. അത് ബിസിനസ്സാണ്. MCC ഇന്ന് ചെയ്യേണ്ടി വന്നതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം മുമ്പാണ് തോന്നുന്നു ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഒരു മീറ്റിംഗ് വിളിച്ചു. അപ്പോൾ അന്ന് ഈ കേരള സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ നടന്നിട്ടുള്ള പല പല മുന്നേറ്റങ്ങൾ പോലെ അതിൻ്റെ എന്തൊക്കെയാണ് ചികിത്സാ രീതികൾ, പുതിയ ചികിത്സാ രീതികൾ കൊണ്ടുവന്നിട്ടുള്ളത്,
ആ ചികിത്സാ രീതികൾ അല്ലെങ്കിൽ ചികിത്സാ സമ്പ്രദായങ്ങൾ, ചികിത്സാ സംവിധാനങ്ങൾ ഇന്ന് രാജ്യത്തെയും അതേപോലെ തന്നെ അന്താരാഷ്ട്ര നിലവാരമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ എവിടെ നിൽക്കുന്നു എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു ചർച്ചയാണ്. ആ ചർച്ചയിലാണ് ഓരോ സ്ഥാപനങ്ങളും അവരുടെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴും നമ്മൾ എത്രയോ മുന്നിലാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ജനങ്ങൾക്കറിയില്ല. മാടപ്പീടിക ചെള്ളത്ത് മടപ്പുര ദേവി ക്ഷേത്ര മണ്ഡല മഹോത്സവം 32ാം ദിവസത്തോടനുബന്ധിച്ച് ആധ്യാത്മിക പ്രഭാഷണം നടന്നു. മണ്ഡല മഹോത്സവം ഡിസംബർ 27-ന് സമാപിക്കും. ചെള്ളത്ത് മടപ്പുര ദേവീക്ഷേത്ര മണ്ഡല മഹോത്സവത്തിന്റെ 32ാം ദിവസത്തിൽ ആധ്യാത്മിക പ്രഭാഷകൻ വത്സൻ തില്ലങ്കരി പ്രഭാഷണം നടത്തി. പണ്ടുകാലത്ത് നമ്മുടെ നാട്ടിൽ രണ്ടു തരത്തിലുള്ള കാലഗണനയുണ്ടായിരുന്നു. അതിലൊന്ന് 365 ദിവസമുള്ള ഒരു വർഷം അതിന് സൗരവർഷം, സൂര്യനെ അധികരിച്ചുള്ള വർഷം എന്നാണ് പറയുന്നത്. 365 ദിവസം ആണ്. മറ്റൊരു കാലഘടനയും കൂടി ഉണ്ടായിരുന്നു. അത് നമ്മൾ നക്ഷത്രങ്ങളെ അധികരിച്ചുള്ളതാണ്. അപ്പൊ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ 27 നക്ഷത്രങ്ങളാണ്. അപ്പൊ 27 നക്ഷത്രങ്ങളെ 12 മാസം ആകുമ്പോൾ 12 ഗുണിച്ചാൽ 324 ദിവസം ഉണ്ട്. അപ്പൊ ചന്ദ്രവർഷത്തിന് 365 ഒരു വൃത്തം ഇങ്ങനെ വരച്ച് 324 ചന്ദ്രവർഷത്തിന്റെ വരച്ച് മറ്റൊരു സൂര്യവർഷത്തിന്റെ 365 വരച്ചാൽ അപ്പൊ 324 365 എന്നതാണ് കിട്ടുന്നത്. അപ്പൊ അതിന്റെ നടുവിൽ 324 41 കൂട്ടിയാലാണ് 365. അപ്പൊ ഇതിന്റെ നടുവിൽ ഒരു മണ്ഡലം, ഒരു വൃത്തം ഇങ്ങനെ വരച്ചാൽ ആ മണ്ഡലത്തിൽ വരുന്ന ദിവസത്തെയാണ് മണ്ഡലകാലം. അതാണ് 40 ദിവസം. അപ്പൊ 324 വരുന്ന ചന്ദ്രവർഷം പ്ലസ് 41 അതാണ് 365 ദിവസം എന്ന് പറയുന്നത്. ചെള്ളത്ത് അയ്യപ്പ സേവാ സംഘം കൺവീനർ രാജീവൻ പുറക്കണ്ടി സ്വാഗതവും ഗുരുസ്വാമിമാരായ രാധാകൃഷ്ണൻ, സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. ജോയിന്റ് കൺവീനർ റിഗിൻ നന്ദി പറഞ്ഞു. തുടർന്ന് അന്നദാനവും നടന്നു. നവംബർ 17-ന് ആരംഭിച്ച മഹോത്സവം ദിവസവും ഭജന, പ്രഭാഷണം, ഭക്തിഗാനസുധ, കച്ചേരി, വിവിധ ക്ഷേത്ര കലാ പരിപാടികളോടെ ഡിസംബർ 27-ന് സമാപിക്കും. नमः ग्रवेय चिंता कलोल मुक्त फलान्वितायै नमः ओम पराशक्तिये नमः महेश्वर प्रेम रक्तमणि ओम पराशक्ति स्मरतूणा भजंगिकायै नमः ओम स्वामीन वल्लभायै नमः ओम पराशक्तिये नमः मध्य संगस्तायै नमः मध्यस्थायै नमः ओम पराशक्तिये नमः माक्षे नमः ओम पराशक्तिये नमः मदायिने नमः ओम पराशक्तिये नमः संगादस्तुपितायै नमः ओम पराशक्तिये नमः ओम मुक्ति रूपिण्यै नमः ओम पराशक्तिये 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 नमः. തലശ്ശേരി വടക്കുംപാട് പിലാക്കണ്ടിയിൽ ശശി നിര്യാതനായി. 55 വയസ്സായിരുന്നു. കിണമക്കൽ കണ്ടത്തിൽ വീട്ടിൽ പരേതരായ രാമുണ്ണിയുടെയും പാഞ്ചുവിൻ്റെയും മകനാണ്. പ്രസീനിയാണ് ഭാര്യ. കൃഷ്ണൻ, നളിനി, പരേതനായ ദാമോദരൻ എന്നിവർ സഹോദരങ്ങളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ ദിവസം കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമായതിനെ തുടർന്ന് KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MC അതുൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി അർജുൻ കട്ടിയാട്ട് എന്നിവരാണ് അറസ്റ്റിലായത്. UAE-യിൽ നിന്നും വന്ന എംപോക്സ് സ്ഥിരീകരിച്ച കണ്ണൂർ സ്വദേശിയുടെ റൂട്ട് മാപ്പ് ജില്ലാ ആരോഗ്യ വകുപ്പ് പുറത്തുവിട്ടു. എംപോക്സ് രോഗികളുമായി സമ്പർക്കത്തിൽ വന്നവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിനെ വിവരമറിയിക്കണമെന്നും നിർദ്ദേശം. മാഹിയിൽ നിന്നും കേരളത്തിലേക്കുള്ള മദ്യക്കടത്ത് നിർബാധം തുടരുന്നു. 2 ആഴ്ചക്കിടെ എക്സൈസ് സംഘം പിടികൂടിയത് 400 ലിറ്റർ മാഹി മദ്യം. പിണറായി പാറപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണ രഹസ്യ സമ്മേളനം ചേർന്നതിന്റെ 85ാം വാർഷിക വാരാചരണത്തിന് വെള്ളിയാഴ്ച തുടക്കം. 26-ന് സമാപന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.